നമസ്കാരം. കേരളത്തെ ഞെട്ടിച്ച കോട്ടയത്തെ 15-കാരിയുടെ ക്രൂരമായ കൊലപാതകത്തിന്റെ കൂടുതൽ വിവരങ്ങൾ കർമ്മ ന്യൂസ് സംഘത്തിന് ലഭിച്ചിരിക്കുന്നു. കാമുകനായി ചമഞ്ഞ ടിപ്പർ ഡ്രൈവറായ അജേഷ് എന്ന യുവാവ് പെൺകുട്ടിയെ ടിപ്പറിൽ കയറ്റി കൊണ്ടുപോയി ബലാത്സംഗം ചെയ്യുകയായിരുന്നു. ലൈംഗിക ബന്ധത്തെ എതിർത്തപ്പോൾ പെൺകുട്ടിയെ കഴുത്തിൽ ദുപ്പട്ട മുറുക്കി അബോധാവസ്ഥയിലാക്കി. തുടർന്ന് ക്രൂരമായി ബലാത്സംഗം ചെയ്തു. ബലാത്സംഗം കഴിഞ്ഞ് പെൺകുട്ടിയെ കുലുക്കി വിളിച്ചിട്ടും പെൺകുട്ടി എഴുന്നേൽക്കുന്നില്ല എന്നും തുടർന്നാണ് മരിച്ചു എന്ന് ബോധ്യപ്പെട്ടതെന്നും പ്രതി അജേഷ് പോലീസിൽ പറഞ്ഞു. മൃതദേഹം ഈ മുറിയിൽ ഒളിപ്പിച്ച ശേഷം പുറത്തുപോയ അജേഷ് രാത്രിയിൽ തിരികെ വന്ന് വാഴത്തോപ്പിലേക്ക് മൃതദേഹം വലിച്ചിഴച്ചു കൊണ്ടുപോയി കുഴിച്ചു മൂടുകയായിരുന്നു. പെൺകുട്ടിയെ കുഴിച്ചു മൂടിയ ശേഷം പിറ്റേ ദിവസവും അജേഷ് ഡ്രൈവർ ജോലി തുടർന്നു. 2 ദിവസം പഴക്കമുള്ള മൃതദേഹം കഴിഞ്ഞ ദിവസം ഉച്ചയ്ക്ക് അരീപ്പറമ്പ് ചെന്നിക്കര ഹോളോബ്രിക്സ് കമ്പനിയുടെ പിന്നിൽ നിന്ന് കണ്ടെടുത്തതോടെയാണ് കൊടും ക്രൂരത പുറം ലോകം അറിഞ്ഞത്. മൃതദേഹം ഇന്നലെ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തി. കഴുത്തിലും മുഖത്തും തലയിലും മുറിവുകളുണ്ടെന്ന് കണ്ടെത്തി. ശാരീരിക പീഡനത്തിന്റെ സൂചനകളുമുണ്ട്. സ്ത്രീകളുമായി വഴിവിട്ട് ബന്ധം പുലർത്തിയിരുന്ന അജേഷ് പെൺകുട്ടിയുടെ പിതാവിന്റെ പരിചയക്കാരനുമായിരുന്നു. ഇവർ ഒരുമിച്ചിരുന്ന് നേരത്തെ മദ്യപിച്ചിരുന്നതായും അജേഷ് മൊഴി നൽകി. പെൺകുട്ടിയെ മൊബൈൽ വഴി പതിവായി വിളിച്ചിരുന്ന അജേഷ് ഇടക്കാലത്ത് ഇത് നിർത്തിയിരുന്നു. ഏതാനും ആഴ്ചകൾക്ക് മുമ്പാണ് പ്രണയം നടിച്ച് വീണ്ടും വിളി തുടങ്ങിയത്. പെൺകുട്ടിയുടെ പിതാവിന്റെ സുഹൃത്തായിരുന്നു പ്രതി അജേഷ്. പിതാവുമായുള്ള സൗഹൃദം പ്രതിക്ക് 15-കാരി പെൺകുട്ടിയുടെ അടുത്ത് ചെല്ലാനും പലതവണ നേരിൽ കാണാനും അവസരമായി. തുടർന്ന് നിരന്തരം ഫോണിൽ ബന്ധം തുടർന്നു. അജേഷ് പെൺകുട്ടിയുടെ വീട്ടിലും പലതവണ വന്നിട്ടുണ്ട്. പെൺകുട്ടിയാവട്ടെ അജേഷിന് ഒരു സുഹൃത്തിനെ പോലെയേ കണ്ടിട്ടുള്ളൂ. അജേഷിന് ഒരു സുഹൃത്തെന്ന രീതിയിൽ വിശ്വസിച്ചായിരുന്നു അജേഷ് വിളിച്ചപ്പോൾ അയാളുടെ ടിപ്പർ ലോറിയിലും കയറിയത്. എന്നാൽ ഹോളോബ്രിക്സ് യൂണിറ്റിന്റെ മുറിയിൽ കയറിയപ്പോൾ മുതൽ പെൺകുട്ടി ബഹളം വയ്ക്കാൻ തുടങ്ങിയിരുന്നു. ചതി മനസ്സിലാക്കി അവൾ വാവിട്ട് നിലവിളിക്കാൻ തുടങ്ങിയപ്പോഴായിരുന്നു വാ മൂടി പിടിച്ചതും തുടർന്ന് തൊണ്ടയിൽ കുരുക്കിട്ട് മുറുക്കിയതും. അജേഷ് നിരവധി യുവതികളെ പീഡിപ്പിച്ചിട്ടുണ്ട്. അജേഷ് പറഞ്ഞ പ്രകാരം പോലീസ് വിവരങ്ങൾ ശേഖരിച്ചുവെങ്കിലും മറ്റു യുവതികൾക്ക് പരാതികൾ ഇതുവരെ ഇല്ല. അതിനാൽ തന്നെ അവരുടെ നിലവിലെ കുടുംബജീവിതം തകരാതിരിക്കാൻ കൂടി ഈ വിവരങ്ങൾ പോലീസ് രഹസ്യമായി വച്ചിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.